കണ്ടോ, കറക്റ്റായിട്ട് വരുന്നുണ്ടോ? ഈ കറക്റ്റൻ ഇളകുന്നു. എനിക്ക് തോന്നുകയാണോ നീങ്ങുന്നുണ്ട് കറക്റ്റായിട്ട്. കണ്ടോ 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 കറക്റ്റ് നീങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുകയാണോ ഇങ്ങനൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് മനുഷ്യൻ്റെ ബ്ലഡ് ഒരു തുള്ളി ഈ പേപ്പറിൽ ഒരു തുള്ളി ഒറ്റിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ്. എല്ലാവർക്കും നമസ്കാരം. വൈറ്റി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു എന്താ പറയുക പാരനോർമൽ ഗെയിമാണ്. അധികം ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഗെയിമിനെ പറ്റി പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വശത്ത് നോക്കുമ്പോൾ അപകടകരമായ ഒരു ഗെയിമും കൂടിയാണെന്ന് പറയുന്നുണ്ട് പൊതുവെ. അതായത് ഈ ഗെയിമിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ മെക്സിക്കോയിലാണ്. മെക്സിക്കോയിലെ ഒരു 2 സഹോദരന്മാർ ആണ് ഈ ഒരു ഗെയിമിൻ്റെ ഉത്ഭവസ്ഥാനം. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിൻ്റെ കഥ പറയുന്നതാണ്. ഒരു വലിയ കഥ തന്നെ ഈ ഒരു ഗെയിമിന് പിറകിലുണ്ട്. അപ്പം മെക്സിക്കോയിലുള്ള 2 സഹോദരന്മാർ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നടന്നവർ, ഒരുമിച്ച് സ്കൂളിൽ പോകുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ഉറങ്ങുക, അതങ്ങനെയൊക്കെ ചെയ്തു വരുമ്പം ഒരു ദിവസം രാവിലെ നമ്മുടെ ചാർലി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ബസ്സിടിച്ച് മരണപ്പെടുകയാണ്. അപ്പോൾ ബ്രദറായിട്ടുള്ള ജോണിന് ഇത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാക്കി. ജോണിന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ചാർലി ഇല്ലാതെ ഭയങ്കരമായിട്ടുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ ജോൺ തിരഞ്ഞെടുത്തത്. അതായത് പേപ്പറും പേനയും വെച്ചിട്ടുള്ള പെൻസിലും വെച്ചിട്ടുള്ള ഒരു ഗെയിം കൂടെ ചാർലിയായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഉപാധിയായിട്ട് തിരഞ്ഞെടുത്താണ് ചാർലി എന്നുള്ള ഗെയിം. അപ്പം 2-3 മാസം കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ 2-3 മാസത്തിനുള്ളിൽ തന്നെ ജോണും അപകടത്തിൽ മരണപ്പെട്ടു. അങ്ങനെയാണ് ഈ ഗെയിം പ്രസിദ്ധമാകുന്നത് ഈ ലോകത്ത്. അപ്പോൾ നമ്മളും ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കുകയാണ്. ഇതിനൊരു ടൈമുണ്ട്, ഒരു പ്രൊസീജിയറുണ്ട് ഈ ഒരു ഗെയിമിന്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ എൻഡും കറക്റ്റായില്ലെങ്കിൽ എൻഡിൽ ഗുഡ് ബൈ പറഞ്ഞിട്ട് ഗെയിം വൈൻഡപ്പ് ചെയ്യാമെന്ന് ചാർലി എന്ന് പറയണം. അല്ലാതെ നമ്മൾ അതിനൊരു ഭംഗം വരുത്തിയാൽ പിന്നീട് ചെയ്യുന്ന ആൾക്ക്, ആ ഗെയിം കൺട്രോൾ ചെയ്ത ആൾക്ക് ഒരുപാട് നഷ്ടങ്ങളും എന്താ പറയുക പേടിച്ചു പോവുക. അതുപോലെ തന്നെ ഓരോ രൂപങ്ങൾ കാണുക രാത്രി, അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പറഞ്ഞിട്ട് വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇത്ര ഒരു ഗെയിം നമ്മുടെ ചാനലിൽ തന്നെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സ്വന്തം വീട്ടിലായതുകൊണ്ട് കുറച്ച് പേടി കുറവുണ്ട്. ഇപ്പം ടൈമെന്ന് പറഞ്ഞാൽ 12:27 അപ്പം 12 മണി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഗെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം വൈഫും മക്കളും കിടന്നുറങ്ങുന്നുണ്ട്. വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് മാറിയെന്നാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു A4 ഷീറ്റാണ്, 2 പെൻസില്, ഒരു 4 കഷ്ണം മെഴുകുതിരി, ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. പിന്നെ ഇത് മൈക്കാണ്, പിന്നെ നമ്മുടെ ടോർച്ച് ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ് മൊത്തം ഓഫ് ചെയ്തിട്ട് മെഴുകുതിരിയുടെ വട്ടത്തിലാണ് നമ്മൾ ഈ ഗെയിം ചെയ്യാൻ പോണത്. അപ്പം മേലെ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് മെഴുകുതിരി കത്തിച്ച് ഈ ഒരു ഗെയിം കളിക്കാൻ പോണത്. എന്താവുമെന്ന് അറിയില്ല, എത്രത്തോളം സക്സസ് ആവും. എന്താ പറയുക, ഒന്നാമത്തത് ഈ വീട്ടിലൊരു എന്താ പറയുക, മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഡോറിന് വന്ന് മുട്ടിയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു സമാധാനത്തോടെ നിൽക്കുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പോൾ വീട്ടിൽ അങ്ങനത്തെ ഒരു നല്ല മഴ, പുറത്ത് നല്ല മഴയാണ്, തകൃതിയായിട്ട് പെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ നിലനിൽക്കുമ്പോൾ ഇതും കൂടെ ആകുമ്പം എന്താവും എന്നറിയില്ല. കട്ടൻ നല്ലോട്ടാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. ഫസ്റ്റ് ഞാൻ ഇതൊന്ന് വരയ്ക്കാം ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, ഇത് മൈക്കാണ്. ഇവിടെ നിൽക്കട്ടെ.
ഇങ്ങനെ സെൻറ്ററിൽ കൂടെ കറക്റ്റ് സെൻറ്ററിലായിരിക്കണം. മാർക്കർ എടുത്തിട്ട് സെൻറ്റർ നോക്കിയിട്ട് ഒരു ലൈൻ ഇടുക. ഒരു ലൈൻ ഇട്ടു കറക്റ്റ്. അപ്പോൾ ഇനി തിരിച്ചു വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിലൊന്നല്ലെന്ന് തോന്നുന്നു. ഏകദേശം നമ്മളിതാ ഈ ഒരു കോലത്തിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് എസ് ഇവിടെ ഒരു എസ് ഇവിടെ എഴുതാം, അടുത്ത കളിയിൽ നോ, ഇവിടെ നോ, ഇവിടെ എസ്. അപ്പോൾ നോ നോ എന്ന് വരണം, എസ് എസ് ഇങ്ങനെ വരണം. ത്രികോണാകൃതിയിലാണ്, കോണാകൃതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ എസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് എസ് എസ് നോ നോ എസ് ഇങ്ങനെ. അപ്പോൾ ഇനി ചെയ്യാൻ പോണത് ഇതൊന്ന് റെഡിയിൽ ഉറപ്പിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇവിടെ അങ്ങനെ ടേബിളിൽ വെക്കുകയാണ്. ഇങ്ങനെ വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഉറപ്പ്. ഇനിയാണ് നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ട് ശേഷം ലൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിക്കുകയാണ്. ഇതെന്താ മറ്റേ കത്ത കത്തുണ്ടല്ലോ. ആ കയ്യോ കത്താത്ത. ഈ മെഴുകുതിരിക്ക് എന്തോ കേട്, കത്തുന്നില്ല. അപ്പോൾ നമ്മൾ
മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. ഇനി ലൈറ്റ് ഓഫ് ചെയ്യണം. ലൈറ്റിൻ്റെ ആവശ്യമില്ല. ലൈറ്റ് മൊത്തം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. പെൻസിൽ വെക്കുകയാണ്. പെൻസിൽ വെക്കുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ പേപ്പറിൽ തൊടാൻ പാടില്ല. ഈ മേലെ വെക്കുന്നത് ഗ്യാപ്പ് ഉണ്ടാവണം. ഉണ്ടോ? ഇങ്ങനെ ഉണ്ടാവണം. ബാലൻസ് ചെയ്ത് നിൽക്കണം. ഈ ഒരു മെത്തേഡിലാണ് ഇത് വെക്കേണ്ടത്. ഈ ലൈനിൽ നേരെ വെച്ചിട്ട് ആണ് നമ്മൾ അടുത്തുള്ളത്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എന്താണെന്നറിയില്ല. ചാർലി ചാർലി ആർ യു ഹിയർ? Charlie, Charlie, are you here? Charlie, Charlie, are you there? ഇതിലൊക്കെ കറക്റ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ചാർലി ചാർലി ആർ യു ഹിയർ? പ്ലീസ് റിപ്ലൈ. ചാർലി ചാർലി ആർ യു there? Please come. Charlie, Charlie, please come. Are you there? ഒരു റെസ്പോൺസ് ചെയ്യുന്നില്ല തീരെ. ഒരു കാര്യം ചെയ്യാം. ഒന്ന് രണ്ട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് മനുഷ്യൻ്റെ ബ്ലഡ് ഒരു തുള്ളി ഈ പേപ്പറിൽ ഒരു തുള്ളി ഉറ്റിച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് പ്രതികരിക്കുന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ചെയ്തു. കുറച്ച് വേദന സഹിക്കുന്നൊരു ഏർപ്പാടും കൂടിയാണ്. സ്വന്തം കയ്യിലുള്ള ബ്ലഡ് എടുത്തിട്ടാണ് ഉറ്റിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അതിനുള്ള പിന്നൊക്കെ ഇവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വേദന സഹിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. എന്നെങ്കിലും പ്രതികരിക്കാൻ നോക്കാം. പിന്നോട്ട് പോയി പിന്നെ മൂർച്ചയൊന്നുമില്ലേ? ആ മെഴുകുതിരിയുടെ കയ്യിലൊക്കെ ഇപ്പോൾ കൈ ഒന്ന് കുത്തി വെക്കുകയാണ്. ഈ നമ്മൾ ഫോണിലെ സിൻഡ്രയിൽ ഊരാനുള്ള ഒരു പിന്നാണ്. ഭയങ്കര വേദന, ഞെക്കി എടുക്കുന്ന ചോര. ഒരു തുള്ളി കറക്റ്റ് കിട്ടിയ നല്ല വേദന കേട്ടോ. കണ്ടോ?
അപ്പോൾ നമ്മളുടെ ഒരു തുള്ളി ബ്ലഡ് ഏതായാലും ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇതിന് മാത്രം ഇതാ ഉണ്ടോ, ഒന്നല്ല. അപ്പോൾ ബ്ലഡ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചാർലി, ചാർലി, ആർ യു ഹിയർ? ചാർലി, ചാർലി, ആർ യു ഹിയർ? ചാർലി, ചാർലി, ആർ യു ഹിയർ? റെസ്പോണ്ട് ചെയ്യില്ല. നമ്മൾ ചെയ്തൊക്കെ എന്താ പറയുക, എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ബ്ലഡ് കൊടുത്തിട്ടും റെസ്പോണ്ട് ചെയ്യില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചാർലി, ചാർലി, ആർ യു ഹിയർ? പ്ലീസ് കം. ചാർലി, ചാർലി, ആർ യു ഹിയർ? നോ, നോ ആണോ യെസ് ആണോ? ചാർലി, ചാർലി, പ്ലീസ് റിപ്ലൈ. നോ, കറക്റ്റ് മൂവ് ആവുന്നുണ്ട്. നോ ആണ് പറഞ്ഞത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചാർലി, ചാർലി, ക്യാൻ യു പ്ലേ? ചാർലി, ചാർലി, കണ്ടോ, മൂവ് ആവുന്നുണ്ട്. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ചാർലി, ചാർലി, ആർ യു ദെയർ? കണ്ടോ, കണ്ടോ, നീങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുകയാണോ നീങ്ങുന്നുണ്ട് കറക്റ്റായിട്ട്. കണ്ടോ, 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 കറക്റ്റായിട്ട് നീങ്ങി. ദൈവമേ, മൈ ഗോഡ്. എനിക്ക് തോന്നുകയാണോ നീങ്ങുന്നുണ്ട് കറക്റ്റായിട്ട്. കണ്ടോ, 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 കറക്റ്റായിട്ട് നീങ്ങി. ദൈവമേ, മൈ ഗോഡ്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഒന്നിട്ട് ചെയ്ത് നോക്കാം. ഒന്നിട്ട് ചെയ്ത് നോക്കാം. Charlie, Charlie, please reply. Charlie, Charlie.
മൈ ഗോഡ്, കറക്റ്റ് റീപ്ലൈ തരുന്നുണ്ടോ? പക്ഷെ നോ ആണ്. ചാർലി, ചാർലി, ആർ യു ദേർ? നല്ല ശക്തി തന്നെ. മൈ ഗോഡ്, എൻ്റെ ദൈവമേ, ശക്തി, നല്ല റിപ്ലൈ ആണ് തരുന്നത്. നോ എന്നാണ് പറയുന്നത്. കളിക്കാനുള്ളതാണോ അതോ എങ്ങനെ നോ പറയുന്നത്? നോ തന്നെ വരുന്നത്, ഇതിൽ മാറ്റം വരുന്നില്ല. യെസ് പറയുന്നില്ല. ബ്ലഡ് ചാർലി, ചാർലി, ആർ യു ദേർ? എന്തോ പ്രശ്നമുണ്ട്, റീപ്ലൈ തരുന്നില്ല പെട്ടെന്ന്. കണ്ടോ, ഒന്ന് അനങ്ങുന്ന മാത്രമേ ഉള്ളൂ. ചാർലി, ചാർലി, ആർ യു ഹിയർ? My God, my God. Oh my God. Correct. അനങ്ങുന്നുണ്ട്. കണ്ടോ, കണ്ടോ, അനങ്ങുന്നുണ്ട്. ഇപ്പോഴറിയാം. പുറത്തുനിന്ന് എന്താ സൗണ്ട് കേൾക്കുന്നത്? പേടിയാണ്. ഇതാണ് മലയാളത്തിനൊന്ന് ട്രൈ ചെയ്യാം. ചാർലി, ചാർലി ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ഈ ഗെയിം കളിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടോ? ഒന്ന് റീപ്ലൈ തരുമോ? കണ്ടോ, 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 കണ്ടോ. യെസ് ആണോ നോ ആണോ? നോ, നോ എന്നാണ് പറയുന്നത്. അതെന്താ യെസ് വരാത്തെന്താ? ചാർലി, യെസ് എന്താ തരാത്തത്? യെസ് എല്ലാം നോ ആണല്ലോ വരുന്നത്. ഒരു വട്ടം യെസ് പറയോ? മൈ ഗോഡ്, മൈ ഗോഡ്, ഓ മൈ ഗോഡ്. കറക്റ്റ്, കറക്റ്റ്. അനങ്ങുന്നുണ്ട്. കണ്ടോ, 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 അനങ്ങുന്നുണ്ട്. ഇപ്പോഴനങ്ങിയുള്ളൂ. പുറത്തുനിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നു. പുറത്തുനിന്ന് പേടിയാണ്. ഇതാണ് മലയാളത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചാർലി, ചാർലി ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ഈ ഗെയിം കളിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടോ?
ഒന്ന് റീപ്ലൈ തരുമോ? കണ്ടോ 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 കണ്ടോ? യെസ് ആണോ നോ ആണോ? നോ നോ എന്നാണ് പറയുന്നത്. അതെന്താ യെസ് തരാത്തെന്താ? ചാർലി യെസ് എന്താ തരാത്തത്? യെസ് എല്ലാം നോ ആണല്ലോ വരുന്നത്. ഒരു വട്ടം യെസ് പറയോ? ഉണ്ടോ? നോ നോ തന്നെ പറയുന്നത്. അതെന്തായിരിക്കും നോ പറയാൻ കാരണം? നമുക്ക് എന്തായാലും ലാസ്റ്റായിട്ട് ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. Charlie, are you here? Please come. ഉണ്ടോ? നോ നോ തന്നെ വരുന്നത്. ഏതായാലും ചാർലി ഇവിടെ പ്രസൻ്റാണ്. പ്രസൻസിന് കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. ഒരു പ്രത്യേക എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഇതിലാണിപ്പോൾ, ഒരു മൂഡിലാണ്. എന്താ പറയുക, ഇത് കറക്റ്റ് നമ്മൾ അറിയുക. അങ്ങനെ ചെറിയൊരു കാറ്റ് ഇങ്ങനെ ഉണ്ടോ, ഇതിലൊക്കെ കുറേ കളിക്കുന്നുണ്ടോ? ചെറിയൊരു കാറ്റിങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ തോന്നുന്നു. വല്ലാത്തൊരു ഫീലാണ്. ഒരു നെഗറ്റീവ് എനർജി നമ്മളെ വലം വെക്കും പോലെ തോന്നുന്നുണ്ട്. ഇതൊക്കെ സ്വന്തം വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം. എന്നാലും അതിന് കറക്റ്റ് എഫക്റ്റ് അടുത്തറിയാൻ പറ്റുള്ളൂ. വീഡിയോയിൽ കണ്ടുകൊണ്ടായില്ല. കറക്റ്റ് പേടിയില്ലാത്തവർ മാത്രം ഇത് ട്രൈ ചെയ്യട്ടോ. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഗെയിമാണ്. അതുപോലെ തന്നെ ഇതിന് കറക്റ്റ് പ്രൊസീജിയർ ഉണ്ട്. ഇത് സ്റ്റാർട്ട് മുതൽ ഇങ്ങനെ ചോദിച്ചിട്ട് ലാസ്റ്റ് ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് ഈ ഒരു ഗെയിം. കണ്ടോ, കാറ്റിങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ തോന്നുന്നു. കണ്ടോ കറക്റ്റാണ് കളകുന്നത്. കണ്ടോ കറക്റ്റൻ ഇളകുന്നു. പിന്നെ നമ്മളെ വീട്ടിലേക്ക് വരുമോ എന്നുള്ള ഒരു വീഡിയോ ഇതെല്ലാം കൂടി ചെയ്തിട്ട് ഒരു വട്ടം കൂടി ട്രൈ ചെയ്തോടെ, എന്നിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. Charlie, are you here? കണ്ടോ കറക്റ്റായിട്ട് വരുന്നുണ്ടോ? ദൈവമേ, ഇങ്ങനത്തെ ഗെയിം കറക്റ്റായിട്ട് ഒരു പാരനോർമൽ ഗെയിമാണ് എന്നുള്ളത് പ്രൂഫായിട്ടിരിക്കുകയാണ്. കാരണം എന്നിട്ട് അത്രയും കറക്റ്റായിട്ട് അറിയിപ്പ് തരുന്നു ഓരോന്നിനും. ഈ 2 പെൻസിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇത്ര ക്ലിയർ ആയിട്ട് അറിയിപ്പ് തരുന്നുണ്ടോ? കറക്റ്റ്. പക്ഷെ നോ എന്നാ വരുന്നത്, എല്ലാം നോ വരുന്നത്. നമ്മൾ ഇതുവരെയായിട്ടും ഒരു റീപ്ലൈ യെസ് തന്നിട്ടില്ല. അതാണ്. ചാർലി, ആർ യു ഹിയർ? ഒരു വട്ടം യെസ് തരുമോ? ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. ചാർലി, ആർ യു ഹിയർ? പ്ലീസ് റിപ്ലൈ യെസ്.
യെസ്. കണ്ടോ, കറക്റ്റ് റീപ്ലൈ തന്നു, കറക്റ്റ് റീപ്ലൈ തന്നു, യെസ് തന്നു. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. പ്ലീസ് റീപ്ലൈ വൺ മോർ. ചാർലി പ്ലീസ് റിപ്ലൈ. ആർ യു ഹിയർ? യെസ് ആണോ നോ ആണോ? യെസ് ആണോ നോ ആണോ? കണ്ടോ, ഇത്ര കറക്റ്റായിട്ടാണ് റീപ്ലൈ ചെയ്യുന്നത്. യെസ് ആണത്, പക്ഷെ കുറച്ച് ഇതില്ല. നോ പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. യെസ് പറഞ്ഞപ്പോൾ അത്ര അത് ശക്തിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആഫ്റ്റർ എഫക്റ്റ് ഒന്നും അറിയില്ല. നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് ലാസ്റ്റ് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഗെയിം വൈൻഡപ്പ് ചെയ്യണമെന്നാണ്. നമ്മളതൊന്നും ചെയ്യാൻ പോകില്ല. ഗെയിം ഇവിടെ അവസാനിക്കുകയാണ്. ഏതായാലും നിങ്ങൾ വിലയേറിയ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനൊരു 1K ലൈക്കെങ്കിലും പ്രതീക്ഷിക്കുന്നു. ഇത്തരം വീഡിയോകൾ ഭയമുള്ളവർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ കുട്ടികളാരും ട്രൈ ചെയ്യാതിരിക്കട്ടോ. അപ്പം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും ചാനൽ നമുക്ക് കറക്റ്റുള്ള ആ ഒരു ഇതന്നെയാണ് തന്നത്, ഉത്തരങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഏതായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.